ഹിറ്റ്ലർ ജൂതന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോയ ഹോളോകാസ്റ്റ് എന്ന് വിളിക്കുന്ന വംശവിച്ഛേദനത്തിന്റെ നാളുകളിൽ ബസ്സുകളിൽ കൊല്ലാൻ കൊണ്ടുപോണ ബസ്സിലെ സൈഡ് സീറ്റ് കിട്ടായിട്ട് തല്ലുണ്ടാക്കിയ രണ്ട് മന്ദബുദ്ധികളെ കുറിച്ച് കഥയുണ്ട്. കൊല്ലാനാ കൊണ്ടുപോണ ഏടെ ഇരുന്നാലും മണ്ണാറടക്കി പോകും. എന്നിട്ടും സൈഡ് സീറ്റിന്റെ തർക്കത്തിന് വേണ്ടി തല്ലുകൂടിയ ഹോളോകാസ്റ്റ് ബസ് ട്രിപ്പിലെ ആളുകളെ കുറിച്ച് പണ്ടത്തെ ആളുകൾ ചരിത്രം എഴുതിയിട്ടുണ്ട്, കഥയായി വന്നിട്ടുണ്ട്, സിനിമ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമല്ല, സകല മനുഷ്യ സ്നേഹികളും ഈ ബസ്സിൽ കയറ്റി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക്, കഴുത്തു കണ്ടിക്കുന്ന ഇല്ലച്ചിനുകളിലേക്ക്, മാരകമായ അക്രമ പ്രവർത്തനങ്ങളിലേക്ക്, അവസാനിപ്പിക്കലുകളിലേക്ക് അതിവേഗം നടന്നെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആർക്കാണ് ബസ്സിലെ മുന്നിലെ സീറ്റ്, ആർക്കാണ് പിന്നിലുള്ളത്, ആരാണ് സൈഡിലുള്ളത് എന്ന് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഒരുമിച്ച് പൊരുതാം എന്ന് മാത്രമേ ഞങ്ങൾ സൂചിപ്പിക്കുന്നുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ ഒരു ഭാഗമുണ്ട്, അസ്ഹാബുൽ കഫ് എന്നാണ് ഞാൻ വായിച്ചത്. പരിശുദ്ധ ഖുർആനെ പാർട്ടി പ്രവർത്തകർ എന്നതിൽ പരിമിതമായി മാത്രമേ ഞാൻ പരിചയപ്പെട്ടുള്ളൂ. ഗുഹാനിവാസികൾ എന്നതിന്റെ മലയാളം. അടച്ചിരിക്കേണ്ട ഗുഹയ്ക്കുള്ളിലുള്ളവരല്ല, മറിച്ച് തീർച്ചയായും നമുക്ക് ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തോടും സാമുദായികതയോടും സാമൂഹ്യ നീതിയോടും സത്യസന്ധവും സാർത്ഥകവും സമരോത്സവവുമായി നമുക്ക് പ്രതികരിക്കാൻ കഴിയണം. വിശുദ്ധ ഖുർആനിലെ മറ്റൊരു പ്രയോഗമാണ് ഹാറൂന്റെ പൊന്ന്. മതപണ്ഡിതന്മാർ പ്രമുഖരായവരോട് ഇരിക്കുന്നുണ്ട്. അബദ്ധം പറഞ്ഞതാണെങ്കിൽ പരസ്യമായി തന്നെ തെറ്റാണെന്ന് പറഞ്ഞാൽ തിരുത്താൻ എനിക്ക് മടിയില്ല. ഹാറൂന്റെ പൊന്ന്, നിഷ്ഫലമായ സമ്പാദ്യത്തെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അടക്കിപ്പിടിച്ച് ഹാറൂന്റെ പൊന്ന് പോലെ സൂക്ഷിക്കേണ്ടതല്ല ഇന്ത്യ രാജ്യത്തിലെ നെറികേടുകൾക്കെതിരെയുള്ള പ്രതിഷേധം എന്ന വസ്തുത നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഉഹദിനെ, ബദറിനെ, ഖന്തക്കിനെ, ഹുനൈനെ സാമ്രാജ്യ വിരുദ്ധ പോരാട്ടത്തിന്റെ ഭൂമിയായി ഇന്ത്യ രാജ്യത്തെ പുതിയ ബദർ പോരാട്ടങ്ങൾക്ക് വേദിയാക്കി മാറ്റാൻ സകല മുസ്ലിം ജനവിഭാഗങ്ങളും കുടഞ്ഞു വരണം, കുതറി വരണം. ഇവർ തീർക്കുന്ന പത്മവ്യൂഹത്തിന്റെ നെറുകേടുകളെ തകർക്കാൻ പുരാണത്തിൽ പറയുന്ന അഭിമന്യുവിന്റെ കയ്യിൽ അച്ഛൻ അർജുനനും ഭഗവാൻ കൃഷ്ണനും കൊടുത്ത പുതിയ ഇന്ദ്രധനുസുകൾ കണ്ടെത്തി പൊരുതാൻ ഹിന്ദു മതവിശ്വാസികൾ കടന്നു വരണം. അതുകൊണ്ട് സകല ജനാധിപത്യ സുമനസ്സുകളും കക്ഷി രാഷ്ട്രീയത്തിന് അവധി നൽകിയും മതഭേദങ്ങൾക്ക് തൽക്കാലം ഒഴിവ് നൽകിയും അഭിപ്രായ വ്യത്യാസങ്ങളോട് വിട പറഞ്ഞും ഒരുമിച്ച് നിന്ന് ഒരു ശിരസായി, ഒരു മനസ്സായി നമുക്ക് ഈ പോരാട്ടത്തിന് മുൻപന്തി നിൽക്കണം. നമ്മൾ നിപ്പയെ നേരിട്ടവരാണ്, നമ്മൾ പ്രളയത്തെ നേരിട്ടവരാണ്. ഇനിയുള്ള ദുരന്തം ഈ RSS ആണ്, ഇന്ത്യൻ ഭരണാധികാരികളാണ്. നിപ്പ, പ്രളയം, സംഘി എന്നതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. നിപ്പയെ നാം ചെറുത്തു, പ്രളയത്തെ നാം അതിജീവിച്ചു. സംഘപരിവാര കുടുംബത്തിന്റെ അധികാരത്തിന്റെ അരവനകളിൽ നിന്ന് ആകാശത്ത് ചുംബിക്കുന്ന ആക്രോശങ്ങളോട് മനസ്സില്ല ഞങ്ങൾക്ക് കുനിച്ചു തരാൻ മുട്ട്, താഴ്ത്തി തരാൻ ശിരസ് എന്ന് പ്രഖ്യാപിക്കണം. നിന്ന് തുരുമ്പിക്കുന്നതിനേക്കാൾ നല്ലത് നടന്നു തേയുന്നതാണ്. ഇടഞ്ഞു നിന്ന് എരപ്പാളികളെ പോലെ മരിക്കുന്നതിനേക്കാൾ നല്ലത് നിവർന്നു നിന്ന് പൊരുതിച്ചാവുന്നതാണ് എന്ന മുദ്രാവാക്യം എല്ലാ ജനവിഭാഗങ്ങളും ഏറ്റെടുക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയ കാലത്താണ്. നിങ്ങൾക്ക് ശരണം വിളിക്കേണ്ടി വന്നാൽ മരണം വരിച്ചാലും ഞങ്ങൾ അതിന് തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന കാലത്താണ് നമ്മുടെ ഈ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാ നല്ല മനുഷ്യരെയും, ഈ കൂട്ടായ്മയ്ക്ക് ധാർമ്മിക പിന്തുണ നൽകാൻ എത്തിച്ചേർന്ന എല്ലാ